ഹലോ നമസ്കാരം. AK വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജോ നെല്ലിയാനി എന്ന് പറയുന്ന ഒരു കർഷകൻ്റെ വീട്ടിലാണ്. അതായത് കപ്പാടാണ് അദ്ദേഹം. ഒരു നല്ല കർഷകനാണ്. ഫാമിലിയായിട്ട് അവർ കാർഷിക രംഗത്തുണ്ട്. എന്നാൽ അദ്ദേഹം ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1 ഏക്കർ സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് സമൃദ്ധമായിട്ട് വിളയിച്ച് വിജയഗാഥ നേടിയ നമ്മുടെ ജോ നെല്ലിയാനിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജോ ഈ കർഷക കുടുംബത്തിലാന്ന് പറഞ്ഞു. വേറെ എന്തെല്ലാം കൃഷികൾ ഇവിടെ ഉണ്ട്. എന്നിട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ കൃഷി ചെയ്യാൻ കാരണം എന്താണ്? ഞാൻ നെറ്റിക്കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് മനുഷ്യന്റെ ഉദര സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം നല്ലതാണ്. ഇത് കഴിച്ചാൽ പെട്ടെന്ന് വയറ്റിന് പോകും. അങ്ങനെ മനുഷ്യന്റെ ആന്റി ഓക്സൈഡ് കൂടുതൽ കിട്ടും. ഒത്തിരി വിറ്റാമിൻസ് ഉള്ള ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൂടാതെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിലേക്ക് തന്നെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ കാരണം, എനിക്ക് 10-20 വർഷത്തോളമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. ഒത്തിരി ഇടത്ത് ചികിത്സ ചെയ്ത് ലക്ഷങ്ങൾ മുടക്കി, എന്നിട്ടും ഒരു പ്രയോജനം വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ നെറ്റിൽ കൂടെ മനസ്സിലാക്കി, ഗൂഗിൾ കൂടെ മനസ്സിലാക്കി. അത് നിങ്ങൾക്കും അത് കൂടെ ഇത് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ബെനിഫിറ്റ് ധാരാളം ഗുണങ്ങളുള്ള, മനുഷ്യന് കഴിക്കാൻ പറ്റിയ ഒരു ഫലമാണ്. അത് തന്നെയല്ല, ഈ വവ്വാലിൻ്റെ ശല്യം ഒട്ടുമില്ലാത്തൊരു ചെടി കൂടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. റംബുട്ടാനൊക്കെ വെച്ചാൽ കൂടുതലായിട്ട് നമ്മൾ ഈ വവ്വാലിനെ തടയാനായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ വലയിടണം, ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിനൊന്നും അധികം ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. പിന്നെ അതുതന്നെയല്ല, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന, ബ്ലൈൻഡായിട്ട് കഴിക്കാൻ പറ്റുന്ന, ഒരു കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ഫലമാണ്. അതുകൊണ്ടാണ് ഞാനിതിൽ കോൺസെൻട്രേഷൻ ചെയ്തേക്കുന്നത്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? തൈയാണോ വെക്കുന്നത് അതോ അതിൻ്റെ സ്റ്റം ആണോ? ഇത് എത്ര തരമുണ്ട്? ഏതെല്ലാം കളറിലുണ്ട്? ഞാൻ 2 കളറിലേ കണ്ടിട്ടുണ്ട്, പർപ്പിൾ കളറും വൈറ്റും. അപ്പം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് എവിടുന്നാണ് കൊണ്ടുവന്നേ? ഞാൻ ഏകദേശം 8 വർഷം മുമ്പ് തിരുവനന്തപുരത്തുള്ള വിജയൻ ചേട്ടൻ്റെ ഫാമിൽ നിന്നാണ് ഡ്രാഗൺ ഫ്രൂട്ട് സ്റ്റെം വാങ്ങിയത്. ഏകദേശം അന്ന് 25ഓളം സ്റ്റെം വാങ്ങി സിമെൻറ്റ് കൊണ്ട് കാല് ഉണ്ടാക്കി അതിൽ നട്ടു, അതിൻ്റെ ചുവട്ടിൽ വെച്ചു. അത് കഴിഞ്ഞ് 1 വർഷം പിന്നെ ഇത് വളരുന്നതനുസരിച്ച് ഇത് കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ ഇത് മാറിപ്പോകും തൂണിൽ നിന്ന്. മേളിലെ ഒരു ടയർ പോലെ വെച്ച്, അതിന് മുകളിൽ ഒരു ടയർ പോലെ വെച്ച് അത് ഒറ്റ വർഷം കൊണ്ട് ഇങ്ങനെ മറിയാൻ തുടങ്ങി. പിന്നെ 2ാമത്തെ വർഷം, 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കാകൾ 2-3 ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. ഇതിന് അധികം വെള്ളമൊന്നും വേണ്ട അല്ലേ? ഇതിന് ഒട്ടും വെള്ളത്തിന്റെ ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വളം എന്തൊക്കെയാണ്? വളം ഞാൻ കൗടങ്ങ് ആദ്യകാലങ്ങളിൽ കൊടുത്തിരിക്കുന്നത് ചാണകം. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ കൗടങ്ങ് കിട്ടാനില്ലാത്തത് കൊണ്ട് കോഴിവളം ഇടയ്ക്ക് നല്ല മഴയുള്ള സമയത്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇത് മാക്സിമം മിനറൽസ് പ്രകൃതിയിൽ നിന്ന് തന്നെ വലിച്ചെടുക്കും. വിറ്റാമിൻ, സൂര്യപ്രകാശം ഇതിന് അത്യാവശ്യമാണ്. സൂര്യനിൽ നിന്നും എനർജി സ്വീകരിച്ച് വളരുന്ന ഒരു ചെടിയായിട്ട് നമുക്ക് ഇതിനെ കരുതാം. കാരണം അധികം മിനറൽസ് കൊടുത്തില്ലെങ്കിലും ഇതിൽ ധാരാളം പഴങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത് മരുഭൂമി ബേസ്ഡ് സാധനമാണ്, കാറ്റസ് ഫാമിലിയാണ്. ഇത് പിന്നെ നടുന്നത് എത്ര അടി അകൽച്ചയിലാണ്? നമുക്ക് ഇപ്പോൾ 10 അടി അകലച്ച് വെക്കുന്നതാണ് നല്ലത്. കാരണം ഇത് 2-3 വർഷമാകുമ്പോഴത്തേനും ഇത് കൂട്ടിക്കെട്ടും മുള്ളുകൾ. അന്നേരം നമുക്ക് ഫലം ശേഖരിക്കാൻ ബുദ്ധിമുട്ടാണ്. കുറഞ്ഞത് ഒരു 10 അടി ഡിസ്റ്റൻസിൽ നമ്മൾ നടുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൂടാതെ ഇത് ധാരാളം ശിഖരങ്ങളും ഓരോ വർഷങ്ങൾ കൂടുമ്പോഴത്തേനും ഇതിന് മുകളിലോട്ട് ശിഖരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ബ്രാഞ്ചസ് ഒക്കെ. അന്നേരം 10 അടിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്ന അകലം. പിന്നെ ഇത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് വ്യത്യസ്തമായ 10-25 വെറൈറ്റി കൂടുതലുണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ. ഇപ്പം വേൾഡ് വൈഡിൽ മോർ ദാൻ 100 ഇനമുണ്ട്. അതിന് ഓരോന്നിനും ഓരോ ഫ്ലേവർ ആയിരിക്കും. ഇപ്പം നമുക്ക് ആണെങ്കിലും പുതിയ ഇനങ്ങൾ നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ്.
കാരണം ഇത് പൂക്കളുണ്ടാകുമ്പോൾ വേറെ ഒരു വെറൈറ്റിയുടെ പൂമ്പൊടി ഇതിൽ മിക്സ് ചെയ്യുവാണെങ്കിൽ പുതിയൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാകും. അതിൻ്റെ തൈകൾ, അതിൻ്റെ കുരുക്കൾ നട്ട് പുതിയൊരു വെറൈറ്റിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അത് ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ജോയോട് നമ്മൾ ചോദിച്ചറിഞ്ഞു. എനിക്കാന്നേ തോട്ടം കാണാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്ക് തോട്ടത്തിലോട്ട് പോയി എളുപ്പം തന്നെ അതൊക്കെ ഒന്ന് കാണാം. ജോ, ഇതൊക്കെ പുതിയതായിട്ട് വെച്ചതാണെന്ന് തോന്നുന്നു. അധികം കാലമായിട്ടില്ലല്ലോ. ഇതിനകത്ത് കായൊന്നും പിടിച്ചിട്ടില്ല. ഇത് വല്ല പുതിയ തരം വല്ലതും ആണോ? ഇത് കേരളത്തിൽ അധികം പ്രചാരണമില്ലാത്ത പുതിയ ഇനങ്ങളാണ്. ഇക്കഡോർ, പലോറ ആൻഡ് ഇസ്രായേലി യെല്ലോ, അങ്ങനെ പുതിയ പുതിയ വെറൈറ്റി, മിസ്റ്റർ വൂ, അങ്ങനെ പുതിയ വെറൈറ്റികളാണ്. അതായിട്ട് ആൾക്കാർ ഡെവലപ്പ് ചെയ്ത സാധനങ്ങൾ ഞാൻ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തേക്കുന്നതാണ്. എൻ്റെ കയ്യിൽ മോർ ദാൻ 50 ഇനം ഡ്രാഗൺ ഫ്രൂട്ട് വെറൈറ്റികളുണ്ട്. അതെല്ലാം ഞാൻ ഒരു പരീക്ഷണാർത്ഥം ഇവിടെ വെച്ച് പിടിപ്പിക്കുകയാണ്. അടുത്ത കൊല്ലം ഇതിൽ ഫലങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കാണുന്നതാണ് ജോയുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിടം. ഒരേക്കറിന് മുകളിൽ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്താണ് ജോ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. അയൽ രാജ്യങ്ങളിൽ കണ്ടുവന്നിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത് വിജയിപ്പിക്കാൻ എന്നുള്ളത് പല കർഷകർക്കും സംശയമായിരുന്നു. പക്ഷേ ഇപ്പം ധാരാളം കർഷകർ ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട്. 8-9 വർഷങ്ങൾക്ക് മുമ്പ് യുവ കർഷകനായ ജോ തനിക്ക് ലഭിച്ച അറിവിൽ വിശ്വാസമർപ്പിച്ച ഡ്രാഗൺ ഫ്രൂട്ട് നട്ട് കൃഷി ആരംഭിക്കുകയായിരുന്നു. തൻ്റെ വിശ്വാസം 100% ലക്ഷ്യത്തിലെത്തിക്കുവാൻ സാധിച്ചതിൽ ഇന്ന് വളരെ സന്തോഷവാനാണ്. തൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായി വർഷം തോറും നല്ല വിളവെടുപ്പ് എടുക്കുകയും നല്ല രീതിയിൽ ആദായം എടുക്കുകയും ചെയ്യുന്നുണ്ട്. മക്കളെ, ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്സ്. കാഴ്ചയിൽ തന്നെ എന്ത് സുന്ദരമായിരിക്കുന്നു. നല്ല സുന്ദരക്കുട്ടന്മാർ അല്ലേ? ഈ സുന്ദരക്കുട്ടന്മാരാണെങ്കിലും സൂക്ഷിക്കണം. ഇതിൻ്റെ തണ്ടുകൾ മുഴുവനും നല്ല അമ്പ് നിൽക്കുന്ന പോലെ നല്ല മുള്ളുകളാണ്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ചുറ്റും മുള്ളുണ്ട്, കൈ കൊള്ളുവാൻ ചാൻസ് ഉണ്ട്. ഇത് അപകടമാണ്. ജോയെ ഈ തോട്ടത്തിൽ സഹായിക്കുന്ന ഒരു സഹായി കൂടെ ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ആത്മാർത്ഥതയോട് കൂടി ചെയ്തു വരുന്നു. അതുപോലെ നമ്മളോട് വിശദീകരിച്ചെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ജോ എറണാകുളത്തും ചങ്ങനാശ്ശേരിയിലും ഒക്കെ പോകുമ്പോഴേ ഈ കൃഷിയും കാര്യങ്ങളും എല്ലാം നോക്കുന്നത് നമ്മുടെ സോമൻ ചേട്ടനാണ്. ഇവിടെ നിൽപ്പുണ്ട്. ഈ തോട്ടം മുഴുവനും നോക്കുന്ന ആളാണ്. എന്നാ പറയുന്നു സോമൻ ചേട്ടാ? ഈ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ ഒരു സംതൃപ്തി എനിക്ക് തോന്നുന്നുണ്ട്. ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഫീൽ ചെയ്യുന്നത്. ഈ കാണുന്നതെല്ലാം വളർച്ചയെത്തിയ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. ഇവ നല്ല അടുക്കുകളോട് കൂടി നിശ്ചിത അകലം പാലിച്ച് നട്ടുവെച്ചിരിക്കുന്നതാണ്. ഇത് കുറേ തൈകൾ ഒന്നിച്ചാണ് വലിയ തൂണിനകത്ത് ഇതിങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. ഇതിനിടയിൽ കൂടി നടക്കുമ്പോൾ നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. നമ്മുടെ ദേഹത്തും എല്ലാം മുള്ളുകൾ. അപ്പം എന്താണെങ്കിലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പം ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചെടുക്കുകയാണ്. വളരെ സൂക്ഷിച്ചാണ്. മുള്ളുകളൊക്കെ ഒത്തിരി ഉള്ളത് കൊണ്ട് അങ്ങനെ ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങ് പറിച്ചെടുത്തു. അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കീറിയാൽ മതിയോ? അതെ അതെ. അയ്യോ, നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നു. ഞാൻ ഓർത്തിരുന്നത് ഭയങ്കര കട്ടിയുള്ള തൊലിയാണ്. സൂപ്പർ. എന്ത് കാടാ ഇത്, കണ്ടില്ലേ? അടിപൊളി, നല്ല ചുവന്ന ഫ്രൂട്ട്. ഹായ്, കാണുമ്പോൾ തന്നെ അങ്ങ് കൊതി വരുന്നു, വായിൽ വെള്ളം വരുന്നുണ്ടേ. അപ്പം എന്താണെങ്കിലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യേണ്ടതാണ്.
അടിപൊളി. ജോ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പറിച്ചെടുക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകൾ ബക്കറ്റിലേക്ക് അവർ വിക്ഷേപിച്ച് ഓരോന്നും പറിച്ച് ഇടുകയാണ്. ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഫീൽ ചെയ്യുന്നത്. വിളവെടുപ്പ് നടത്തി ഞങ്ങൾ കൊണ്ടുപോകാനായിട്ട് പറക്കിയെടുത്ത് അതെല്ലാം. ഇന്നത്തെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പോകുകയാണ് തോട്ടത്തിൽ നിന്ന്. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇവിടെ വന്ന് ഈ ഡ്രാഗൺ ഫ്രൂട്ടെല്ലാം പറിച്ചു. മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.